ഭയങ്കര രസമാണ്. നല്ല പടമാണ്. ചിരിക്കാനുണ്ട്. അതേ ഉള്ളു. ജോമോൻ ജ്യോതിറിന്റെ ഒരു 1 man ഷോ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അതൊരു സീരിയസ് ടോപ്പിക്കായിരുന്നു, പക്ഷെ അതിൻ്റെ തന്നെ ഒരു ഫണ്ണിയസ്റ്റ് വേർഷൻ പോലെയാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്ത്. ഹേ സിനിമേൽസ്, വെൽക്കം ബാക്ക്. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ കോംബോയിൽ എത്തുന്ന കോമഡി ഡ്രാമ മൂവി വ്യസന സമേത ബന്ധുമിത്രാദികൾ, ഡയറക്ടർ ബൈ വിബിനസ്. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ വ്യസന സമേത ബന്ധുമിത്രാദികൾ റിവ്യൂലേക്ക്. ചിത്രം ഭയങ്കര രസമാണ്. നല്ല പടമാണ്. ഇങ്ങനെ കഥയൊക്കെ എങ്ങനെയുണ്ട്? കഥ കൊള്ളാം. ഇത് നമ്മുടെ ഈ തിരുവനന്തപുരം സൈഡിലൊക്കെ നടക്കുന്ന ഒരു കുടുംബ മരണ വീടുകളിൽ നടക്കുന്ന. ചിരിക്കാനുണ്ട്. അനശ്വര എങ്ങനെയുണ്ട്? അനശ്വര ഇല്ല, പെൺകുട്ടിയോ? കുട്ടി അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റോള് ഭംഗിയായിട്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ടു. തമാശയൊക്കെ ഉണ്ട്. കഥ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലതായിരുന്നു. ബ്രോ, സിനിമയുടെ ട്രailer കണ്ടപ്പം വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ, പക്ഷേ സിനിമ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ജോമോൻ ജ്യോതിറിന്റെ ഒരു 1 man ഷോ എന്ന് വേണമെങ്കിൽ പറയാം. പക്കായിട്ട് ജോമോൻ ജ്യോതിറിന്റെ എല്ലാ സീനിലും തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ സിജു വിൽസനായിട്ടുള്ള ആ ഒരു കോംബോ നല്ല രീതിയിൽ വർക്കൗട്ടാണ് സിനിമയിൽ. പിന്നെ അനശ്വരയുടെ പെർഫോമൻസ് പൈങ്കിളിയെക്കാട്ടിലും ഫാർ ബെറ്ററാണ്. നല്ലൊരു ഒരു ക്യാരക്ടർ മീറ്റർ പക്കായിട്ടാണ് അനശ്വര പിടിച്ചേക്കുന്നത്. എങ്ങും അത് നെഗറ്റീവായിട്ടൊന്നും തോന്നാത്ത രീതിയിൽ പക്കായിട്ട് അനശ്വര ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റോറി എങ്ങനെയുണ്ട്? പുതുമയുള്ള സ്റ്റോറിയാണോ? സ്റ്റോറി പക്ക റിയലിസ്റ്റിക് ആയിട്ട് ഒരു മരണ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതേ കണക്ക് പക്ക റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ഡയലോഗ് ആണെങ്കിലും എന്താണെങ്കിലും പക്കായിട്ട് അതുകൊണ്ട് ഭയങ്കര നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മരണ വീട്ടിൽ നിന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നവർക്ക് പക്കായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മരണ വീട്ടിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള സ്റ്റോറിയാണ് സിനിമയിൽ കാണിച്ചേക്കുന്നത്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഏത് മൂഡ് സിനിമയായിരിക്കും? മുമ്പ് വന്ന കോമഡി സിനിമയായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ ആണെങ്കിൽ കോമഡി സിനിമയായിട്ട് കാണുകയാണെങ്കിൽ ജാനേമൻ ചെറിയ രീതിയിൽ ജാനേമൻ്റെ ഒരു ലെവലിൽ ചെറിയൊരു സംഭവം അതിനകത്തൊരു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ജാനേമൻ പോലൊന്നും അല്ല, അതിനെക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണെങ്കിലും കൊള്ളാം പടം. ഓക്കെ. ബന്ധുമിത്രാദികൾ അത്യാവശ്യം നല്ല പടമാണ്. നമ്മുടെ വാഴയുടെ മറ്റേ വാഴ സിനിമയില്ലേ, അതിനുള്ള കുറച്ച് പേര് ഇതിനകത്തുണ്ട്. നല്ല കോമഡി പടമാണ്, കണ്ടിരിക്കാൻ നല്ല ഫാമിലി പടം, സൂപ്പർ, കുഴപ്പമില്ല. ഫുൾ കോമഡി ആയിട്ടാണ് പോകുന്നത്? ഫുൾ കോമഡി, ഒരു ഇമോഷണലുണ്ട്, കോമഡി ഉണ്ട്, രണ്ടും ഉണ്ട്. ഇവരെ കോമഡി ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. അവരാണ് ചിരിപ്പിച്ചത്. ഫാമിലീസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ? ഇഷ്ടപ്പെടും. ഓക്കെ. സൂപ്പർ കോമഡി പടം. ചിരിക്കാനുണ്ട്. അതേ ഉള്ളു. കോമഡി ഇമോഷണൽ ആണോ? എല്ലാം ഉണ്ട് അതിനകത്ത്. സ്റ്റോറി എങ്ങനെയുണ്ട്? സ്റ്റോറി പക്ക ഫാമിലി മൂവിയാണ്. ശരി. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? ജോമോൻ ജ്യോതിർ, സിജു സണ്ണി ഫുള്ള് കോമഡിയാണ്. ഓക്കെ. മലയാളത്തിൽ അധികം കണ്ടെടുത്തൊരു ജോണറാണ് ഈ മരണ വീട്ടിലെ സന്ദർഭങ്ങളൊക്കെ. ഇതിന് മുമ്പ് വന്ന് ഹിറ്റ് ഒരു സിനിമ ഈമയു എന്ന് വെച്ചാൽ അതൊരു സീരിയസ് ടോപ്പിക്കായിരുന്നു, പക്ഷെ അതിൻ്റെ തന്നെ ഒരു ഫണ്ണിയസ്റ്റ് വേർഷൻ പോലെയാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്ത്. ചില കോമഡി എലിമെൻറ്റ്സ് ആണെങ്കിലും ചില ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം നല്ലപോലെ വർക്കായിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ താഴെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിനുള്ള ഹ്യൂമർ എലമെന്റ്സ് ആണെങ്കിലും നല്ലപോലെ നമുക്ക് വർക്ക് ആവുന്നുണ്ട്. സ്റ്റോറി അപ്പോൾ എങ്ങനത്തെയാണ്? അല്ല, സ്റ്റോറി അല്ലല്ലോ ഇതിൻ്റെ പ്രധാനം. ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു മരണ വീട്ടിൽ നടക്കുന്ന രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് പറയാം. ചെറിയ മരണ വീട്ടിൽ നിന്നവർക്കാണെങ്കിലും ഇതൊരു ഹിന്ദു ആ സൈഡിൽ നിന്നുള്ള മരണ വീട്ടിലെ കാഴ്ചയാണ് പറയുന്നത്. നമുക്ക് അവിടെ നിന്നവർക്കാണെങ്കിലും ഇത് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. മെയിനായിട്ട് തന്നെ ട്രിവാൻഡ്രം, കൊല്ലം ആ സൈഡിലുള്ളവർ തന്നെ. പിന്നെ ഇതിൽ കാസ്റ്റ് പുതിയ കാസ്റ്റുകളുണ്ട് ട്രിവാൻഡ്രം സൈഡിലുള്ള. അവരെ കാസ്റ്റ് ചെയ്ത് വെറുതെ ആയില്ലെന്ന് വെച്ചാൽ അവർക്ക് അവർ സ്ലാങ് പിടിച്ച് പറയാൻ പറ്റുന്നുണ്ട്. അതല്ല അവരെ ഹ്യൂമർ ആണെങ്കിലും നല്ല വർക്ക് ആവുന്നുണ്ട്. അല്ലെ, ജോമോൻ ജ്യോതിർ, സിജു സണ്ണി ഇവരെ പോകുമ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഒരു ചളി എന്ന് പറയാനുള്ള മോമെന്റ്സ് ഒന്നും ഇല്ല. പിന്നെ അനശ്വരയുടെ കാര്യം പറയുകയാണെങ്കിൽ പൈങ്കിളിക്കുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ അനശ്വര നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ നിന്നൊരു ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കൊണ്ട് വർക്കായ ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഒരു സിമ്പിൾ ടോപ്പിക്ക്, അത് ആർട്ടിസ്റ്റുകൾ അഴിഞ്ഞാടിയ സിനിമ എന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് പറയേണ്ടത് ജോമോൻ ജ്യോതിർ ആൻഡ് സിജു സണ്ണി, ഇവരുടെ ഒരു കോംബോ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു കോമഡി കോംബോ വർക്കായ ഒരു സിനിമയാണ്. നമ്മുടെ വാഴ, അതുപോലെ തന്നെ ഗുരുവായൂരമ്പലം നടയിൽ ആ ഒരു മൂടൊക്കെ പിടിച്ചുള്ള അതേ ആർട്ടിസ്റ്റുകളും കുറേ ക്രൂവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ സ്റ്റോറി ഒരു സിറ്റുവേഷണൽ കോമഡികളാണ് പിടിച്ചിട്ടുള്ളത്. അതെല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഭയങ്കര ലൈറ്റായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മൂവി. അപ്പോൾ നിലവിലുള്ള മലയാളത്തിൽ കോമഡി നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ആർട്ടിസ്റ്റുകൾ, അസീസ് നെടുമങ്ങാടായാലും അതുപോലെ തന്നെ നോബി ആയാലും, പിന്നെ ഇതിൽ ചെറിയ റോൾസിൽ വരുന്നൊരു പെയിൻ്റടി റോൾസൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഈ സിനിമ ഫുള്ള് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ കുറേ നാൾക്ക് ശേഷം കണ്ട നല്ലൊരു കോമഡി എൻ്റർടൈനർ മൂവി. അപ്പോൾ വ്യസന സമേത ബന്ധുമിത്രാദികൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.